രാസവളത്തേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ പോരാ, 3 ഇരട്ടി റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് ഫണ്ട് അങ്ങ് റീഫണ്ട് ചെയ്യും. തെങ്ങിനൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് നിങ്ങൾക്ക് തരാം. ഏത് പ്ലാന്റുകൾ കൊടുക്കാം, കൊടുക്കേണ്ട പ്ലാന്റുകളുടെ വലുപ്പത്തിനും ഇനത്തിനും അനുസരിച്ച് കൊടുക്കേണ്ട അളവിൽ മാറ്റം വരും. നമ്മൾ 20ഓളം ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു എന്ന് മാത്രമല്ല, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രയും ഏറ്റവും ക്വാളിറ്റി ഉള്ള ചേർക്കുന്നു. മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കളറിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റേഷൻസും വളരെ വിജയകരമായി പല കർഷകർക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ഡെലിവറി നമുക്ക് സംവിധാനമുണ്ട്. ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഏതൊരു കസ്റ്റമർക്കും നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് നേരിട്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാവുന്നതാണ്. രാസവളങ്ങളെക്കാട്ടിലും 3 ഇരട്ടി റിസൾട്ട് തരുന്ന നമ്മുടെ മാന്ത്രിക ജൈവവളം, നമ്മുടെ സൂപ്പർ ഗ്രീമീലിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തിയിലുള്ള നമ്മുടെ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ശരിക്കും ഈ ഒരു വളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൃഷിക്കും നമുക്ക് യൂസ് ചെയ്യാം, അതും 3 ഇരട്ടി റിസൾട്ട് തരുമെന്നാണ്. അതായത് നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇനിയിപ്പോൾ കൊല്ലകുത്തി കായ്ക്കുമെന്നാണ് എനിക്ക് അവകാശപ്പെടുന്നത്. ഇക്ക ശരിക്കും ഇത് രാസവളങ്ങളെക്കാട്ടും ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും രാസവളത്തേക്കാൾ കൂടുതൽ എന്നല്ല, നിങ്ങൾ മറ്റേത് ജൈവവളം രാസവളമായിട്ട് മറ്റേത് വളം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിസൾട്ടിനേക്കാൾ 3 ഇരട്ടി. അതായത് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ പ്ലാന്റുകൾ വളം കൊടുത്തുകൊണ്ട് 3 വർഷം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു പുരോഗതി, ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഈൽഡ് നിങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ട് സൂപ്പർ കീപ്പിൽ ഉപയോഗിച്ചാൽ നമ്മൾ തരും. ഒറ്റ വർഷം കൊണ്ട് അത് വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കും. കാരണം ഞാൻ വർഷങ്ങളോളം പല പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ വളത്തിൻ്റെ കച്ചവടക്കാരായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ജൈവവളത്തിൻ്റെ ഫീൽഡിലേക്ക് എത്തിയത്. ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റേഷൻസും വളരെ വിജയകരമായി പല കർഷകർക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ജൈവവളം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ഫണ്ട് അങ്ങ് റീഫണ്ട് ചെയ്യും. അത്ര കോൺഫിഡൻസ് ആണ്. അത്ര കോൺഫിഡൻസ് മറ്റൊരു വളത്തിനും ഇന്ന് കേരളത്തിൽ ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഇതിൽ നമ്മൾ മറ്റ് മാജിക്കുകളൊന്നും കാണിച്ച് മാന്ത്രികളോ ആക്കുന്നതല്ല കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ 20ഓളം ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു എന്ന് മാത്രമല്ല, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രയും ഏറ്റവും ക്വാളിറ്റി ഉള്ള ചേർക്കുന്നു. അതായത് റിസൾട്ട് കിട്ടാൻ വേണ്ടി വേണ്ടത്, നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണയുടെ കണ്ടന്റ് മിനിമം ഒരു 5% ഉള്ളത് ചേർക്കുക. നമ്മളെപ്പോഴും 10%-ഓളം വേപ്പിൻ പിണ്ണാക്കിൻ്റെ കണ്ടന്റുള്ള വേപ്പെണ്ണയുടെ കണ്ടന്റ് വേപ്പിണ്ണാക്ക് ചേർക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നിരവധി ഹ്യൂമിക് ആസിഡ് അടക്കം നിരവധി ജൈവവളങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. മൈക്രോ ന്യൂട്രിയൻസിൽ നിന്ന് 5 ചേർക്കുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ചുരുക്കം ചില പ്ലാന്റുകൾക്ക് മാത്രം യോജിച്ചല്ല, ഏത് തരം പച്ചക്കറി മുതൽ തെങ്ങ് വരെ, തെങ്ങിനൊക്കെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് നിങ്ങൾക്ക് തരാം. അതായത് കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. ഏത് പ്ലാന്റുകൾ കൊടുക്കാം, കൊടുക്കേണ്ട പ്ലാന്റുകളുടെ വലുപ്പത്തിനും ഇനത്തിനും അനുസരിച്ച് കൊടുക്കേണ്ട അളവിൽ മാറ്റം വരും എന്ന് മാത്രം. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പറഞ്ഞാൽ മണ്ണുത്തിയുടെ നമ്മുടെ സ്ഥാപനത്തിൽ ഇവിടെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ എല്ലാ സംവിധാനമുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്ന മെഷീനുകളാണ്. ഇതിൽ നമുക്ക് കടലപ്പിണ്ണാക്ക്, മരവട്ടി പിണ്ണാക്ക്, വേപ്പി പിണ്ണാക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൽ പൊടിച്ചെടുക്കും. അതുപോലെ തന്നെ നമുക്ക് ആട്ടിൻകാഷം പൊടി അടക്കം അതൊക്കെ പൊടിയാക്കി എടുക്കും. പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തൊട്ടടുത്ത മെഷീനിൽ അവിടുന്ന് അത് തരിച്ച് വൃത്തിയാക്കി അതിലുള്ള വേസ്റ്റുകളൊക്കെ മാറ്റിയെടുക്കും. അതിനുശേഷമാണ് നമ്മൾ സൂപ്പർ കീമിൽ പറഞ്ഞൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ മിക്സ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഏതൊരു കസ്റ്റമർക്കും നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് നേരിട്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാവുന്നതാണ്. ഇതാണ് നമ്മുടെ സൂപ്പർ കീമിലിൻ്റെ 50 കിലോയുടെ ബാഗ്. ഇത് നമ്മൾ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഇത് ബാഗ് ക്ലോസ് ചെയ്തു ഇവിടെ അടുക്കി വെക്കുന്നതോടുകൂടി ആ പ്രോസസ്സ് അവസാനിക്കും. അടുത്ത് നമ്മൾ ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് കണ്ടല്ലോ, അതെ ഫൈനൽ ഔട്ട്പുട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഒരു പ്രത്യേക നല്ല ക്വാളിറ്റി, നമുക്ക് ആ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കളറിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര കിലോ പോലെ നമുക്ക് ഇവിടെ ചാക്ക് അവൈലബിൾ ആണ്? 50 കിലോയുടെ ബാഗുകളാണ്. നമ്മുടെ ഫ്രാഞ്ചൈസികളുള്ള സ്ഥലങ്ങളിൽ പോകുകയാണെങ്കിൽ നമുക്ക് 20 കിലോയുടെ ബാഗോ 10 കിലോയുടെ ബാഗോ 5 കിലോയുടെ ബാഗോ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേസമയം നമുക്ക് നേരിട്ട് ഇവിടുന്ന് സർവീസ് 50 കിലോയുടെ ബാഗുകൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ 50 കിലോയുടെ ചാക്കുകൾ ഇവിടെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇങ്ങനെ കഴിയുന്നതോറും അട്ടിയിട്ട് വെച്ചോണ്ടിരിക്കും. ഇതിവിടെ രാവിലെ അട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊക്കെ പോവുകയും ചെയ്യും. കാരണം ഇത് അതാത് സമയങ്ങളിൽ പെൻഡിങ് ഓർഡർ കിടക്കുന്നത് ഇങ്ങനെ ഒന്ന് പോകാനുള്ള സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് വില ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, വിലയൊന്നും കൂട്ടിയിട്ടില്ല. നമുക്ക് 50 കിലോയുടെ ബാഗുകൾക്ക് 10 ചാക്ക് വരെയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് സാധനം നമ്മൾ 1600 രൂപയ്ക്ക് അവരുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പെർ ബാഗിന് 1600 എന്ന ചിലവിൽ. അതേസമയം 5 ബാഗ് അല്ലെങ്കിൽ താഴെയുള്ളവർക്കൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടിങ് ചാർജസ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഒരു ബാഗിന് 100 രൂപ അല്ലെങ്കിൽ സംതിങ് ഒക്കെ മാറ്റം വരുന്നുള്ളൂ. അതേസമയം ഒരു 50 ബാഗോ അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ 1600-നേക്കാൾ അല്പം കുറവുണ്ടായിരിക്കും. അതായത് ഹോൾസെയിൽ ആകുമ്പോൾ അതെ, ബൾക്ക് സെയിലുകൾക്ക് നമുക്ക് എന്തായാലും ഒരു പ്രത്യേക മാറ്റം കുറവുണ്ടാവും. അതും അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ,
കാരണം നിങ്ങൾ നമ്മൾ ഈ റിസൾട്ടിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചതാണ്. ഇത് കേവലം 6 മാസം മുമ്പ് വളരെ ചെറിയ പ്ലാന്റ് 3 അടി മാത്രം ഹൈറ്റുള്ള പ്ലാന്റ് വെച്ച് ഇപ്പോൾ 8 അടി ഹൈറ്റിലേക്ക് വന്നു എന്ന് മാത്രമല്ല വളരെ വൈഡായിട്ട് ബ്രാഞ്ചസുകൾ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ആളുകൾക്ക് കാഴ്ച തടസ്സം വരെ നേരിട്ടുള്ള നമ്മളിപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ടി വന്നത്. ഇത്രയും റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ഗ്രീമിൻ്റെ ഒരു പ്രത്യേകത മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിയാൽ 6 മാസം മുമ്പ് കേവലം ഇത്ര ഹൈറ്റുള്ള 2 പ്ലാന്റുകൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചാണ് ഇപ്പോൾ നിരവധി ബ്രാഞ്ചുകളായി നിരവധി കൈകളായി അതുപോലെ തന്നെ നല്ല ഫ്രൂട്ടായി കിടക്കുന്നു. 6 മാസം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു നിലക്കും മറ്റൊരു വളം ഉപയോഗിച്ചും ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടാക്കി മാറ്റാൻ കഴിയില്ല. ഇത് നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന, അതായത് 10, 20 അല്ലെങ്കിൽ 25 കിലോമീറ്റർ ഉച്ചയോടെ വരുന്ന ഡെലിവറി ആവശ്യങ്ങൾ, അതായത് 5 ബാഗിൻ്റെ റിക്വയർമെൻറ്റുകളൊക്കെ നമ്മൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. എന്തായാലും സെയിം ഡേ തന്നെ ചെയ്യാൻ എന്തായാലും പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇന്നലെ വൈകുന്നേരത്ത് വിളിച്ച് പറഞ്ഞാണ്, ഇന്ന് രാവിലെ തന്നെ നമ്മളത് എത്തിക്കുന്നു. ഓക്കെ, ഇതേപോലെ നമുക്കൊരു 50 കിലോമീറ്ററിനുള്ളിൽ വരുന്നതൊക്കെ നമ്മൾ ലോക്കലി പെട്ടെന്ന് എത്തിക്കാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ വരുന്നതൊക്കെ അതിന് പുറത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ഡെലിവറി എത്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ 10 ബാഗുള്ളവർക്കാണ് പെട്ടെന്ന് എത്തുന്നത്. 10 ചാക്ക് 50 കിലോയുടെ ഓർഡർ ഉള്ളവർക്ക്, 5 ചാക്കാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ താഴെയുള്ളവർ നമ്മൾ പാർസൽ സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചാക്കാണ് നമുക്ക് എത്തിച്ചു കൊടുക്കാം, ഒരു ചാക്കാണ് നമുക്ക് എത്തിക്കാൻ പറ്റും, പാർസലായിട്ട് എത്തിക്കാൻ. പക്ഷേ പാർസൽ ഓഫീസ് വരെ എത്തുള്ളൂ എന്നുള്ള മാത്രം. പാർസൽ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടി വരും. അതേസമയം നമുക്ക് കേരളത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ടുണ്ട്. ഫ്രാഞ്ചൈസി തുടങ്ങിയ മേഖല നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാം. നിങ്ങൾക്ക് അഡ്രസ്സും ലൊക്കേഷനും കൈമാറും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. ഏതൊക്കെ ജില്ലകളുണ്ട് നമുക്കിപ്പോൾ ഫ്രാഞ്ചൈസി ചുരുക്കം ചില ജില്ലകളിൽ, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കണ്ണൂർ ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്. അങ്ങനെ ഏതാനും ജില്ലകളിൽ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ ജില്ലകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൂടുതൽ ഫ്രാഞ്ചൈസി ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനാക്കി ജൈവവളത്തിൻ്റെ മേഖലയിൽ നിങ്ങളെ ഉയർത്തി തരും. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം കോളുകൾ ചെറിയ ക്വാണ്ടിറ്റി, അതായത് 20 കിലോ 30 കിലോ 50 കിലോക്ക് താഴെയുള്ള ക്വാണ്ടിറ്റി അന്വേഷിച്ച് വിളിക്കാറുണ്ട്. പക്ഷേ 50 കിലോയുടെ ഒരു ബാഗിൻ്റെ താഴെ നമുക്ക് ഒരു സർവീസും, അതായത് പാർസൽ സർവീസിലാണെങ്കിൽ പോയി നമുക്ക് മിനിമം 50 ആണ് കൊടുക്കുന്നത്. അതേസമയം ഫ്രാഞ്ചൈസികൾ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആക്കാൻ പറ്റും. ഫ്രാഞ്ചൈസികളിൽ നമുക്ക് 1 കിലോയുടെ ബാഗ് അവൈലബിൾ ആക്കാൻ പറ്റും, 5 കിലോയുടെ ബാഗ് അവൈലബിൾ ആക്കാൻ പറ്റും, 10 കിലോ പറ്റും, 20 കിലോ പറ്റും. അതിനോടൊക്കെ പുറമെ നമുക്ക് 50 കിലോയുടെ ബാഗുകൾ ഏകദേശം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫണ്ട്, ഒരു 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിലകൊള്ളുന്ന താലൂക്കിൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് 1 or 2 റൂം മാത്രം കണ്ടെത്തേണ്ട കാര്യമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ ആ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നമ്മുടെ കമ്പനി തരും. അതായത് കട നിങ്ങൾ ജസ്റ്റ് ഫണ്ട് ഇറക്കി നിങ്ങൾ അവിടെ സാന്നിധ്യം ഉറപ്പിക്കുക മാത്രം. നിങ്ങളുടെ ബിസിനസ് നടത്തി തരുന്ന കാര്യം ഞങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് വരുന്ന കോളുകൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് നേരിട്ടൊക്കെ കൈമാറുകയാണ് കസ്റ്റമർ ചെയ്യുന്നത്. കസ്റ്റമർക്ക് അങ്ങോട്ടും നിങ്ങളുടെ നമ്പർ കൊടുക്കും, കസ്റ്റമർ നമ്പർ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്കും തരും. അതായത് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വരുന്ന കോളുകൾ ഇക്കാക്ക് ഇതേപോലെ ചില്ലറ കച്ചവടത്തിന് ഇക്കാക്ക് മേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, ചില്ലറ കച്ചവടത്തെ നമുക്ക് പലപ്പോഴും അവഗണിക്കേണ്ടി വരികയാണ്. അത് നമുക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നിങ്ങൾ ഫ്രാഞ്ചൈസി തുടങ്ങിയാലും നിങ്ങളെ വിജയിപ്പിച്ച് തരുന്ന ഉറപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡായിട്ട് വരും.